ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമായ കൊളുക്കുമലയിലെ സൺറൈസ് ട്രിപ്പിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് സൂര്യനെല്ലിയിൽ ക്യാമ്പ് ചെയ്താണ് പുലർച്ചെ കൊളുക്കുമലയിലേക്ക് പോയിട്ടുണ്ടായത്. അതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. മൂന്നാർ KSRTC ഡിപ്പോയിൽ നിന്ന് രാവിലെ 6:20-നും 8:40-നും 10:40-നും വൈകിട്ട് 5:40-നും സൂര്യനെല്ലിയിലേക്ക് ബസ്സുണ്ട്. സൂര്യനെല്ലി ടൗണിൽ നിന്ന് തന്നെ സഫാരി ജീപ്പ് അവൈലബിൾ ആണ്. വെക്കേഷൻ ടൈമിലൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതാണ് കേട്ടോ നല്ലത്. ടൗണിനടുത്ത് നൈറ്റ് സ്റ്റേ ചെയ്താണ് പുലർച്ചെ 4:30-ന് കൊളുക്കുമലയിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായത്. 6 പേർക്കുള്ള ജീപ്പിന് സീസൺ അനുസരിച്ച് 2500 മുതൽ 3000 വരെയൊക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. സൂര്യനെല്ലിയിൽ 10 കിലോമീറ്റർ മാറിയാണ് കൊളുക്കുമലയുടെ ലൊക്കേഷൻ വരുന്നത്. ഓഫ് റോഡ് ജീപ്പിൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ 4:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ചെക്ക് പോസ്റ്റ് എൻട്രി ടൈം വരുന്നത്. കൊളുക്കുമലയിലെ സൺറൈസ് എന്നാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അതുകൊണ്ട് കൂടുതൽ ആളുകളും പുലർച്ചേക്കാണ് എത്താറുള്ളത്. രാവിലെ തന്നെ 250 ജീപ്പോളം ഇവിടേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു സ്പോട്ട് തന്നെയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടമായ കൊളുക്കുമലയിലേക്ക് സൂര്യനെല്ലി വഴി ജീപ്പ് മാർഗമാണ് എത്താൻ കഴിയുക. ഈ ഓഫ് റോഡ് യാത്ര ഒരിക്കലും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. റോഡ് മൊത്തം കല്ലുകളാണ്. ജീപ്പ് അത്യാവശ്യം നന്നായി കുലുങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയവരും പ്രായമായവരൊക്കെ പോവാത്തതായിരിക്കും നല്ലത്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊളുക്കുമലയിൽ എത്താൻ ഒരുപാട് വഴികളുണ്ട്. ഞങ്ങൾ പോയപ്പോൾ 6:30-നായിരുന്നു സൺറൈസ് വരുന്നത്. ജീപ്പിൽ മുകളിലെത്തി 100 മീറ്റർ നടന്ന് സൺറൈസ് സ്പോട്ടിലെത്താൻ പറ്റും. സൺറൈസ് കാണാൻ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. സീസണിലൊക്കെ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. പതുക്കെ ആകാശം ചുവന്ന് സൂര്യൻ്റെ കിരണങ്ങൾ കണ്ടു തുടങ്ങി. പിന്നീടുള്ള കാഴ്ച അവിസ്മരണീയമായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തെ സൺറൈസ്. താഴെ നിന്നും ഉയർന്നു വരുന്ന സൂര്യൻ്റെ കാഴ്ച അത്രക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. മഴക്കാലത്തും നല്ല കോടയുള്ളപ്പോഴൊന്നും സൺറൈസ് കാണാൻ കഴിയില്ല. ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് പോയത്. കോട കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സൺറൈസ് കണ്ട് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയാൽ ഫേമസ് ആയിട്ടുള്ള ലയൺ റോക്ക് കാണാൻ പറ്റും.
ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത്ര ആളുകൾ ഫോട്ടോസ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോന്നു. തിരക്ക് കാണാം, അധിക സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൺറൈസ് ട്രിപ്പ് കൂടാതെ രാവിലെ 9 മണിക്കും വൈകിട്ട് സൺസെറ്റ് കാണാനും ഇവിടേക്ക് ജീപ്പ് സർവീസ് വരുന്നുണ്ട്. സൺറൈസ് കാണാനാണ് കേട്ടോ കൂടുതൽ ആളുകളും ഇവിടേക്ക് വരുന്നത്. ഇവിടെ തന്നെയാണ് ഗോസ്റ്റ് റോക്കും സ്ഥിതി ചെയ്യുന്നത്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെയും പോകാൻ പറ്റും. 1.5 മണിക്കൂറോളം മുകളിലേക്ക് നടന്നു കയറേണ്ടതുണ്ട്. ഫാൻറ്റം റോക്ക് എന്ന പേരിലും ഇതറിയപ്പെടുന്നു. തിരിച്ചു മല ഇറങ്ങുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇവിടെയാണുള്ളത്. 1800 മീറ്ററാണ് നീളം. 50 മുതൽ 70 സ്പീഡിൽ മുകളിലൂടെ പറക്കാൻ പറ്റും. 4000 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.